നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അദ്ദേഹത്തിൻ്റെ LTT പ്രേമത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഉള്ളുകളികളും ഇവയെല്ലാം RP വളരെ വിശദമായി തന്നെ ഇന്നലെ ഒരു ചർച്ചയിൽ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഒപ്പം ഇന്ന് RP തോട്ട്സിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നോർവേയിലുണ്ടായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് നേരെ ഉണ്ടായ ഒരു അപമാനിക്കൽ ശ്രമത്തെ സംബന്ധിച്ചുള്ള RP തോട്ട്സ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നതാണ്. അത് കാണുക. വിശദമായി തന്നെ ഈ വിഷയങ്ങളെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജോസഫ് വിജയുടെ LTT പ്രേമം പോലെ തന്നെ വളരെയധികം ആശങ്കാജനകമായ മറ്റൊരു വസ്തുത കൂടി തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അധികം മാധ്യമങ്ങളും ശ്രദ്ധിക്കാതെ പോയൊരു വിഷയമാണത്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവഗണിച്ച അല്ലെങ്കിൽ മൂടി വെച്ചൊരു വിഷയം. അത് ഈ അധികാരത്തിലേറ്റ് ഏറി അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് ജോസഫ് വിജയ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു ഔദ്യോഗികമായ കത്തയച്ചിരുന്നു. അത് പരുത്തിയുടെ ഇറക്കുമതിയുടെ മേലുള്ള ഭാരതം ചുമത്തിയിരിക്കുന്ന നികുതി ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു കത്തായിരുന്നു. ആ നികുതി ചുങ്കം ഒഴിവാക്കുന്നത് വിജയുടെ കത്തിൻ്റെ പുറത്ത് അത്തരത്തിലൊരു തീരുമാനം ശ്രീ നരേന്ദ്രമോദി എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, തീർച്ചയായിട്ടുമില്ല. അത്തരത്തിലൊരു വിഡ്ഢിത്തം കാണിക്കുവാനുള്ള ഒരു പരിചയക്കുറവോ അല്ലെങ്കിൽ അത്രയും ഒരു സാമാന്യബോധമില്ലായ്മയോ നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല. അത് ആശ്വാസജനകമാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നീക്കം ജോസഫ് വിജയ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള പരിചയക്കുറവോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കൊണ്ടാണ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ തുടർ നടപടികൾ നമ്മോട് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ LTT പ്രേമം തന്നെയാണ്. അതിൻ്റെ കാരണം ഈ LTT പ്രേമം, ഈ പരുത്തിയുടെ ഇറക്കുമതി ചുങ്കം ഒഴിവാക്കുവാനുള്ള ആവശ്യം, ഇത് രണ്ടും ആരെ സഹായിക്കുവാനാണ് അല്ലെങ്കിൽ ആരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ഉപകരിക്കുക എന്ന് ചോദിച്ചാൽ ഭാരതത്തിൻ്റെ മേൽ എല്ലാ തരത്തിലും സമ്മർദ്ദങ്ങൾ ചെലുത്തി അവരുടെ ഒരു മേൽക്കോയ്മ നേടുവാൻ എല്ലാ കാലത്തും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചൈന എന്ന രാജ്യത്തെ സഹായിക്കുവാൻ മാത്രമേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉപകരിക്കുകയുള്ളൂ. LTTയുമായിട്ട് ചൈനയ്ക്കുള്ള ബന്ധം ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം LTT ശ്രീലങ്കയിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ആയുധങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ധനം പോലും നൽകുന്നതിൽ ചൈന വളരെയധികം ക്രിയാത്മകമായൊരു പങ്ക് വഹിച്ചിരുന്നു, സക്രിയമായൊരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് അന്വേഷണ ഏജൻസികൾ, ആകമാനമുള്ള രാജ്യങ്ങളുടെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ഒരു കാലഘട്ടം വരെ LTTക്ക് ഉണ്ടായിരുന്നു. LTTയെ ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലൊരു ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ഒരു നീക്കം ചൈന സ്ഥിരമായി തന്നെ നടത്തിയിരുന്നു. LTT 2009 മെയ്യിൽ ഇല്ലാതാകുന്നത് വരെ. അതുകൊണ്ട് തന്നെ LTTയെ പുനർജീവിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ അതിന് പിന്നിലും ചൈനയുടെ സാന്നിധ്യമുണ്ടോ എന്നത് ആശങ്കാജനകമായൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ പരുത്തിയുടെ ഇറക്കുമതിയുടെ മേലുള്ള നികുതി ചുങ്കം പൂർണ്ണമായി ഭാരത സർക്കാർ ഒഴിവാക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ ഇനി കൂടുതൽ ഊർജിതമാകും. അത് ഞാൻ വഴിയെ പറയാം. അത്തരത്തിലുള്ളൊരു സമ്മർദ്ദത്തിന് വഴങ്ങി അത്തരത്തിലൊരു തീരുമാനം ഭാരത സർക്കാരിന് എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് പരുത്തിയുടെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമായിട്ടുള്ള പരുത്തി ലോകമാകമാനം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ടുള്ള ചൈനയ്ക്കായിരിക്കും. ഭാരതത്തിലെ പരുത്തി കർഷകരുടെ ജീവിതം അതോടുകൂടി നരകമാവുകയും ചെയ്യും. ഇതൊന്നും അറിയാതെയാണ് വിജയ് പ്രവർത്തിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അടിസ്ഥാനപരമായിട്ട് വിജയ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന, അദ്ദേഹം വലിയ ഒരു കാര്യപ്രാപ്തിയൊന്നുമില്ലാത്ത, കാര്യങ്ങളൊന്നും വലിയ പഠിച്ച് നടപടിയെടുക്കാത്ത ഒരു ആരുടെയൊക്കെയോ കളിപ്പാവയായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദുർഭരണത്തിൽ മടുത്ത് ഡൽഹിയിലെ ജനങ്ങൾ ഇനി കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഞങ്ങൾ ചെയ്യും BJPക്ക് എന്നുള്ളൊരു തരുണം ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ ആ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളെ ഏകീകരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലെത്തിച്ച ഖാലിസ്ഥാനി വിഭജന ശക്തികൾ പോലെ, ഭീകരവാദികളുടെ ശക്തികൾ പോലെ, ഖാലിസ്ഥാനി വിഘടനവാദികൾക്ക് പിന്നിലും ചൈനയുടെ സാന്നിധ്യം പലപ്പോഴും സംശയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചെന്ന് ഖാലിസ്ഥാനി വിഘടനവാദികൾക്ക് പരിശീലനം നൽകുന്നതോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചൈന ചെയ്യുന്നു എന്നുള്ള സംശയം നമ്മുടെ രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നൊരു തിയറിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ശക്തികൾ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന DMK വിരുദ്ധ വികാരത്തെ ഒരു തരത്തിലെങ്കിലും, ഒരു
കുറച്ചെങ്കിലും ഏകോപിപ്പിച്ച് ഒരു 108 സീറ്റുകളെങ്കിലും ലഭിക്കുന്ന തരത്തിൽ വിജയി അധികാരത്തിലെത്തിച്ചതും അടിസ്ഥാനപരമായി വിജയുടെ പക്ഷത്തേക്ക് ഭൂരിപക്ഷം തെളിയിക്കുവാൻ വേണ്ട, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടുവാൻ വേണ്ട 118 എന്ന സംഖ്യ ലഭിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവരെ മറിച്ചതും ഇത്തരത്തിലുള്ള ശക്തികളാണെന്ന് സംശയിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അധികാരത്തിലെത്തിച്ച തൻ്റെ മേലാളന്മാർക്ക് പ്രീതിജനകമായിട്ടുള്ളൊരു ജോലി അദ്ദേഹത്തിന് ചെയ്യണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണ് ഈ ഒപ്പിടലും കത്തെഴുതലും LTT പ്രീണനവും. ഇനി വെറുതെ പറയുന്നതല്ല ഇത്തരത്തിൽ ചൈനയുടെ ഒരു കളിപ്പാവയാണോ എന്ന് വിജയ് എന്നുള്ളൊരു സംശയം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ സഹയാത്രികനായ ആദവർജുനയുടെ അമ്മായിയപ്പനായ സാന്റിയാഗോ മാർട്ടിൻ, ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ വ്യവസായങ്ങളെല്ലാം, അതായത് ഈ ലോട്ടറി കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖലകൾ മണിപ്പൂരും സിക്കിമുമാണ്. ആ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നത്, ചൈനയുടെ പിന്തുണയോടുകൂടി ആ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധരാണ്, ഭാരതത്തെ സംബന്ധിച്ച് ദേശവിരുദ്ധരായിട്ടുള്ള ഭീകരവാദികളാണ് എന്നുള്ള സംശയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് വളരെ കാലമായി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാന്റിയാഗോ മാർട്ടിനെ ഇടയ്ക്കിടെ റെയ്ഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മേൽ നിരവധി കേസുകൾ ചുമത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിസമർത്ഥനായ സാന്റിയാഗോ മാർട്ടിൻ വളരെ വിദഗ്ധമായി തൻ്റെ മരുമകനെ വിജയ്ക്കൊപ്പവും തൻ്റെ ഭാര്യയെ മറ്റൊരു DMK ആണെന്ന് തോന്നുന്നു, AIADMKയ്ക്കൊപ്പവും തൻ്റെ മകനെ സ്വതന്ത്രമായൊരു രാഷ്ട്രീയ പാർട്ടിയായി DMKയോടൊരു അല്പം അനുഭാവമുള്ള തരത്തിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് ചാടാമെന്നുള്ള തരത്തിൽ എല്ലായിടത്തും തൻ്റെ സ്വാധീനം ഉറപ്പിച്ച് തമിഴ്നാട്ടിൽ വളരെ ശക്തനായി തന്നെ നിലനിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായ തരത്തിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാനുള്ള തെളിവുകളൊന്നും ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ അവരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, സാന്റിയാഗോ മാർട്ടിൻ വഴിയും ഒരു ചൈന ബന്ധം വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് ഉണ്ടാകുവാനുള്ളൊരു സാധ്യത അവിടെ തന്നെ തെളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരുത്തിയുടെ ഇറക്കുമതിയുടെ നികുതി ചുങ്കവും വിജയുടെ LTT സ്നേഹവും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചൈനയുടെ സാന്നിധ്യം, ഒരു ചൈനയുടെ നിഴൽ സാന്നിധ്യം ഇത്തരത്തിലുള്ളൊരു അധികാര സ്ഥാനത്തേക്കുള്ള വിജയുടെ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ടോ എന്നുള്ള സംശയം നമ്മിൽ ഉണർത്തുന്നത്. അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി തമിഴ്നാട്ടിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപക്ഷെ ഭാരത സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി തമിഴ്നാട്ടിൽ ഉണ്ടായേക്കാം. ഇപ്പോൾ പരുത്തിയുടെ മേലുള്ള ഇറക്കുമതി ചുങ്കം ഒഴിവാക്കണമെന്നുള്ള ആവശ്യം വിജയ് ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സംഭവിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇത് സംബന്ധിച്ചുള്ള പ്രക്ഷോഭങ്ങൾ വളരെ അധികം ശക്തമായി തമിഴ്നാട്ടിൽ പൊട്ടിപ്പുറപ്പെടും. ഒരുപക്ഷെ വിജയ് തന്നെ, അരവിന്ദ് കെജ്രിവാളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ ചില സമരങ്ങൾക്കും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വെല്ലുവിളികൾക്ക് നേരിട്ട് പോയി നേതൃത്വം നൽകി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുക തുടങ്ങിയ പ്രക്രിയകൾ ചെയ്തിരുന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അത്തരത്തിലുള്ള എന്തെങ്കിലും കഠിനമായ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഒരു കഠിനക്രിയ എന്ന് പറയില്ല, അത്തരത്തിലുള്ള പ്രവൃത്തികൾ വിജയ് ചെയ്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിന് മേൽ അധിക സമ്മർദ്ദമായി. ഇതിനൊരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു മുന്നുദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റെർലൈറ്റ് എന്നൊരു കമ്പനി തമിഴ്നാട്ടിൽ പൂട്ടിപ്പോയത് ഓർമ്മയുണ്ടാകും. ആ കമ്പനിക്കെതിരെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തമിഴ്നാടിന് ദ്രോഹകരമായിട്ടുള്ള, തമിഴ്നാടിൻ്റെ പരിസ്ഥിതി മുഴുവൻ നശിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇളക്കിവിട്ടത് ചൈനയുടെ പിന്തുണയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകളാണ്. അതിലും ജഗത് കാസ്പറിനെ പോലുള്ള, ജഗത് കാസ്പർ എന്നൊരു വ്യക്തിയുണ്ടെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവരായിരുന്നു ഇതിൻ്റെ മുന്നണി പോരാളികൾ. എച്ച് രാജയെ പോലുള്ളവർ പല തവണ ഇവരുടെ നേരെ വിരൽ ചൂണ്ടിയതാണ്. പക്ഷേ അന്നത്തെ തമിഴക സർക്കാരിന് AIADMK ആയിരുന്നെങ്കിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ താല്പര്യമില്ലായിരുന്നു. ഈ ജഗത് കാസ്പർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LTTയിൽ, പ്രത്യേകിച്ച് വേലുപ്പിള്ള പ്രഭാകരനെ പോലുള്ള ഭീകരവാദികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് വേലുപ്പിള്ള പ്രഭാകരൻ്റെ മരണം വരെ. ഇനി വേലുപ്പിള്ള പ്രഭാകരൻ എന്ന വ്യക്തിയെ ഇവരെല്ലാം സ്നേഹിക്കുന്നത് തമിഴ് ദേശീയവാദം എന്നുള്ളൊരു വിഘടനവാദം ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. തന്നെയുമല്ല, വേലുപ്പിള്ള പ്രഭാകരനെ ഇതൊന്നുമില്ലാതെ തന്നെ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിലും അത് തെറ്റായൊരു കാര്യം തന്നെയാണ്. കാരണം രാജീവ് ഗാന്ധി, വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു
ബൈ പ്രൊഡക്റ്റായ അല്ലെങ്കിൽ പ്രൊഡക്റ്റായ രാജീവ് ഗാന്ധിയോട് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് 100% എതിർപ്പ് തന്നെയാണ്. ശ്രീലങ്കയിൽ LTTE പോലുള്ള ഭീകരവാദ സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പൂർണ്ണ പരാജയം തന്നെയായിരുന്നു. എന്നിരുന്നാലും LTTE എന്ന സംഘടന എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ച് ഭീകരവാദ ആക്രമണത്തിലൂടെ വധിച്ച ഒരു ഭീകര സംഘടന, അതിൻ്റെ നേതാവും ഭീകരവാദിയുമായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ. അതിലൊരു സംശയവുമുണ്ടായി. പിന്നെ വിജയുടെ ഒരു വാക്കുകൾ തന്നെ കടമെടുത്താൽ മാതൃതുല്യമായ സ്നേഹമായിരുന്നു ശ്രീലങ്കയിലെ തമിഴന്മാരോട് വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് പറയുന്നു. വിജയ്ക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരും എഴുതി കൊടുത്തത് വായിച്ചതാണ്. കൃത്യമായിട്ടും ടെലോ പ്ലോട്ട് പോലുള്ള ഇത്തരത്തിൽ തമിഴന്മാർക്ക് വേണ്ടി, ശ്രീലങ്കയിലെ തമിഴന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സംഘടനകളെയെല്ലാം അക്രമത്തിലൂടെ അവരെല്ലാം വധിച്ച് തന്നെ ഇല്ലാതാക്കി LTTE മാത്രമാണ് തമിഴരുടെ രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്നുള്ള തരത്തിലേക്ക് ഉയർന്നു വന്ന ഒരു ഭീകരവാദിയായിരുന്നു. പിൽക്കാലത്ത് ഭീകരവാദിയായ, ആദ്യകാലത്ത് ക്രിമിനലായ ഒരു വ്യക്തിയായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ. വേലുപ്പിള്ള പ്രഭാകരൻ ഭഗത് സിംഗ് ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് എ ടെററിസ്റ്റ്. അയാളെ പുകഴ്ത്തുന്ന വിജയ് നിഷ്കളങ്കമായിട്ടാണ് പുകഴ്ത്തിയത്. ആ പുകഴ്ത്തൽ നടത്തിയത് ചൈനയുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിഗൂഢ ലക്ഷ്യമൊന്നും വിജയ്ക്കില്ലെങ്കിൽ പോലും വളരെയധികം തെറ്റായൊരു കാര്യമാണ് അദ്ദേഹം ഈ LTTE പുകഴ്ത്തലിലൂടെ ചെയ്തത്. അതിലും ഗുരുതരമായൊരു തെറ്റാണ് അദ്ദേഹം ഈ പരുത്തിയുടെ ഇറക്കുമതി ചുങ്കം ഒഴിവാക്കണമെന്നുള്ള കത്തിലൂടെ ചെയ്തിരിക്കുന്നത്. എന്താണ് വിജയുടെ പിന്നിലുള്ള ശക്തികളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തികൾ വിജയ്ക്ക് പിന്നിലുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇടയ്ക്കിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. 2026 ഭാരതത്തെ സംബന്ധിച്ച് ഒട്ടും സുഖകരമായൊരു വർഷമല്ല. വളരെയധികം സംഘർഷം നിറഞ്ഞൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൻ്റെ ഒരു ശക്തിയും ഭാരതത്തിൻ്റെ സംസ്കാരവും അത് അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.